അച്ഛനെന്ന് പറഞ്ഞാൽ ആളുണ്ടല്ലോ, പണ്ടങ്ങാണ്ട് ബാലയില് രാജാവിന്റെ വേഷം കെട്ടിന്ന് പറഞ്ഞ് പൊള്ളി ഇപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്കാം. ഒരു പണിക്കും പോകത്തില്ല, മകനെ കുറിച്ചൊരു ചിന്തയില്ല. ദേ മനുഷ്യനെ ഒന്നങ്ങോട്ട് വന്നേ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ ഈ നശിച്ച ആരെവിടെയും ആ പഴച്ച വാളും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു. അത് എവിടെയാണ്? എവിടെയാണോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. നോക്കിട്ട് അങ്ങോട്ട് അടുക്കാൻ മേല. ആ വാളിന്റെ കാര്യമല്ല പറഞ്ഞത്, നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ കാര്യം വിളിക്കുന്നു. രാജാവാക്കി മാറ്റി. എന്നാൽ നീ അന്തഃപുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്തെ ചൂതുകളെ നിർത്തിയേക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ 4 പേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെയാടി ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയവന്മാരെ ഒപ്പിച്ച പോലെ. എന്തിനിങ്ങനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? എന്റെ പൊന്നു മഹാരാജാവേ, നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരുമോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പടി. ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലേക്കാരനാണ് പാലേക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ എന്ന് വെച്ചാൽ മരപ്പട്ടി കൂട്ട്. ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ട്. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പിൾ അടിച്ചോ, പക്ഷെ എനിക്കിട്ട് അടിക്കല്ലേ. അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനി ഇല്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോ ഒരു കെട്ട്.
3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെയാ ഈ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? താൻ എനിക്ക് കിളിപോലൊരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങയല്ലടോ ഞാൻ കെട്ടിച്ചു തന്നത്. മൂങ്ങ എന്താ കിളി അല്ലേ? നിങ്ങൾ വായി പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണുന്നു പോകുമ്പോൾ ആളുകളെ നിച്ച് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, ഇതനം വേണ്ടോളം കിട്ടിയിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, ജാനകിയാണവൾ, ദലീമയാണവൾ, മേക്കപ്പ് ഇല്ലെങ്കിൽ വെല്ലുമ്മയാണവൾ. സിമ്പൽ അടിക്കല്ലേ? എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ. ഒരെടുത്താലല്ല കുഴപ്പം. എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, ഞാൻ തലമണ്ട തല്ലിപ്പൊളിക്കും. എന്നോട് ചൂടായെന്നാലവളെ ചുടുകട്ടയ്ക്കെറിഞ്ഞോടിക്കും, വെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്ന് നടക്കുന്ന ആ യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവക്കുള്ള കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ആ ഒരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവക്കുള്ള കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല തല്ലു കൊണ്ടെന്നാലും വിളിച്ച് നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദക്ക് കളഞ്ഞിക്കൊള്ളാം കേട്ടോ. അല്ല എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പം തന്നെ ഇവിടെ കിട്ടും. ഈശ്വരാ, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, ഭ്രാന്താ? നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ, ഹലോ, അയ്യോ, ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഞാൻ ഹസ്സിനെ വിടാം. ഓ, ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ, ബൈ ബൈ. അയ്യോ, ആരാ അത്? ഞങ്ങളാണ്. കയറി വരൂ. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കനെ കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷേ ഏതാ ഈ ഹനുമാൻ? ആരാണെന്ന് ഈ വാക്രീത വിക്രീതത്തോട് പുലമ്പിക്കൊടുക്കൂ. അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിണ്ടതുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാവീരികൾ. അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പഞ്ഞ കാണും ചെറുക്ക ശ്യാമള കോമളൻ. പിണ്ടതുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാവീരികൾ. ആര്യവികിനൊക്കെ ആണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്. എന്ത്? വിദ്യാഭ്യാസം, ഏ? ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ. correct. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി, എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരു കുതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതാരാ? അത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൻ ആന. ആനയോ? അല്ല, ആശ വള്ളിയിടാൻ മറന്നുപോയതാ. അത് ആരുണ്ട്? ആരാണ്? അതാരാ? പേര് പിന്നെ? ഈ ഭർത്താവോ? അങ്ങേരെ കണ്ടാലേ
പറയുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അല്ല, ഛെ, അരിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. Yes, sir. എല്ലാരും കൂടി എന്നെ പഠിക്കും. പോയി വിളിച്ചോടാ. ആ, പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയിരുന്നാൽ നിന്റെ മുതലാനും പഞ്ചറാകും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ പാടും. ലോകപ്പിൽ കൊണ്ടുപോയി വെക്കം കഴിച്ചു വെച്ച് മുട്ടഞ്ഞിടിയിരിക്കും ഞാൻ. തട്ടല്ലി സെന്ററിലെ മർമ്മത്തിലാത്തി കൊണ്ട് അഞ്ചെട്ട് കുത്തുകുത്തും ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണം. നീ ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. എടാ, നിന്റെ പെണ്ണിന്റെ അപ്പനാണ് അപ്പൻ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? അവളെ വിളിക്കുക. ആ, എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മനസ്സിലാവടാ? മോളെ ലോകപ്പിൽ ഇറക്കി വിടേ. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തിച്ചാർജ് നടത്താം. എന്ത്? നമ്മെ തല്ലിക്കൊല്ലാൻ പോവുകയാണോ? എടോ, വിവരമില്ലാത്ത രാജാവേ, എന്തോ? നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. എന്താ ചായ? അതല്ല, എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ, നിന്നെ എനിക്ക് ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്താ എന്നെ തുറച്ചു നോക്കുന്നേ? അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ചാ അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പിന്നെ നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റ് അടിക്കോ? പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ അല്ല, തുണിയുടെ. ഞാൻ പേടിച്ചു പോയി. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമായോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പിന്നെ നീയൊരു ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. കൊള്ളാലോ. അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്റെ കൂടെ
വിചാരിച്ചിട്ട് ചാടി. അയ്യോ ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കെട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പോലീസുകാർ എടാ മൂന്നാനെ ഇവിടെ വേണം. ബ്രോക്കറെ ഈ ഒന്ന് വന്നു എത്രയാണ്? എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നു മോനെ പോലീസുകാരൻ കേസ് കൊടുക്കൂന്ന് പറഞ്ഞത് അസത്യമാണ്. അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന്? ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂർ പോയപ്പോഴും, മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും, പിന്നെ കനകാപുരം ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത്. ഈ കല്യാണം നടന്നാൽ എന്താ കുഴപ്പമൊന്നും? അത് ശരി, ഇത്രയും പേരെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ എന്റെ മോന്റെ തല കെട്ടിവെക്കാനല്ലേ പാവം? നിർത്ത്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഈ തരുണിമണിയെ കിട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരുടെ പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ. അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം. അതെ കാർത്തിക ശിരോമണി, ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ മണ്ണ, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി. നമ്മുടെ കുലമഹിമയ്ക്ക് ചേർന്ന പുത്രമുതലെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരിവിടെ? കൊട്ടാരം നർത്തകിമാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമങ്ങളും കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ചു പൊളിക്കാം. എന്റെ കർത്താവേ, അങ്ങനെ എന്റെ കെട്ടാ ചെറുക്കന് പെണ്ണ് കിട്ടിയേ. നമുക്കിതൊന്ന് പൊളിക്കണ്ടേ? പിന്നെ വേണം വേണം, എന്നാൽ പിന്നെ തുടങ്ങിക്കോ വേണം.